بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഇഖ്ലാസിൻ്റെ തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, വളരെ ചെറിയ പ്രായം തൊട്ട് ആദ്യമാദ്യം നമ്മൾ ഖുർആനിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് പഠിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണ്. ഈ സൂറത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അധികം തവണ പാരായണം ചെയ്യാൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു എന്നൊരു കാര്യം മാത്രം മതിയാകും. ഈ സൂറത്ത് ആവർത്തിച്ച് മുസ്ലിമീങ്ങൾ ഓതേണ്ടുന്ന സൂറത്താണ്. ഉദാഹരണത്തിന്, ഓരോ ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇഖ്ലാസ് ബാക്കിയുള്ള ശേഷമുള്ള 2 സൂറത്തുകളുടെ കൂടെ ഓതുക സുന്നത്താണ്. അതുപോലെ രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ഈ സൂറത്ത് ഓതുക സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 കൈകളും ചേർത്ത് പിടിക്കും, 2 കൈകളും വിടർത്തി ചേർത്ത് പിടിക്കും. എന്നിട്ട് അതിലേക്ക് ഊതും, ഒരൽപ്പം ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ഊതും. എന്നിട്ട് അതിലേക്ക്, കൈകളിലേക്ക് 3 സൂറത്തുകൾ പാരായണം ചെയ്യും. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം ഈ 2 കൈകൾ കൊണ്ട് തടവും. തലയിൽ നിന്ന് തുടങ്ങി ശരീരത്തിൻ്റെ മുൻഭാഗങ്ങൾ തടവുകയും ശരീരത്തിൽ തടവാൻ സാധിക്കുന്ന ഭാഗങ്ങൾ തടവുകയും ചെയ്യും. തലയും മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളും കൊണ്ടാണ് അത് തുടങ്ങുക, തടവൽ തുടങ്ങുക. എന്നിട്ട് ശരീരത്തിലെ സാധിക്കുന്ന ഭാഗത്തെല്ലാം തടവും. ശേഷം വീണ്ടും കൈകളിലേക്ക് ഊതും. എന്നിട്ട് 3 സൂറത്തുകൾ ഓതും. വീണ്ടും ശരീരം മുഴുവൻ തടവും, വീണ്ടും ഊതും, പാരായണം ചെയ്യും, വീണ്ടും തടവും. സാധാരണ അദ്കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ മന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഹിഹായ ഹദീസുകളിൽ ഇതിൽ ആദ്യം ഊതുകയാണ് വന്നിട്ടുള്ളത്. ആദ്യം ഊതുകയാണ്, എന്നിട്ടാണ് പാരായണം ചെയ്യുന്നത്, ഓതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചെയ്തിരുന്നു. ഈ സൂറത്തും ബാക്കിയുള്ള 2 സൂറത്തുകളെയും ചേർത്ത് അൽ മുഅവ്വിദാത്ത് എന്ന് പറയാറുണ്ട്. അൽ മുഅവ്വിദാത്ത്. അവസാനത്തെ 2 സൂറത്തുകൾ മാത്രമായി അൽ മുഅവ്വിദതാനി എന്ന് പറയാറുണ്ട്. അഥവാ മന്ത്രിക്കാനുള്ള 2 സൂറത്തുകൾ. അള്ളാഹു മന്ത്രിക്കാനായി അവതരിപ്പിച്ചതാണ് അവസാനത്തെ 2 സൂറത്തുകൾ. അതുപോലെ അതിൻ്റെ കൂടെ ഈ സൂറത്തും, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും. ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അയഅജിസു അഹദുക്കും അൻ യഖറഅ സുലുസൽ ഖുർആനി ഫി ലൈല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ബുദ്ധിമുട്ടാവുക ഒരു രാത്രി ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യാൻ? ഖുർആനിൻ്റെ 1/3 എന്നാൽ 10 ജുസ് ആയി. 10 ജുസ് ഒരു രാത്രി പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കാണ് സാധിക്കുക? ഫശഖ്ഖ ദാലിക അലൈഹിം. സഹാബത്തിനത് ബുദ്ധിമുട്ടായി, പ്രയാസമായി തോന്നി. അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ ആർക്കാണത് കഴിയുക? ആർക്കാണ് കഴിയുക രാത്രി 10 ജുസ് ഓതുക എന്നത്? ഫഖാൽ, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് സുലുസുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ 1/3. ഖുർആൻ്റെ 1/3. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഖുർആനിൻ്റെ 1/3
അഥവാ 10 ജുസ് പാരായണം ചെയ്ത പ്രതിഫലമുണ്ട് എന്നാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഫضൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം അത് അതിവിശാലമാണ്. അള്ളാഹുവിൻ്റെ ഫضൽ അതിവിശാലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആദ് ഇബ്നു അനസ് അൽ ജുഹനി എന്ന സഹാബി ഉദ്ധരിക്കുന്നു. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹ 10 മറാത്ത്, ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 തവണ പാരായണം ചെയ്താൽ, പൂർണ്ണമായും പാരായണം ചെയ്താൽ, ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം പണിയുന്നതാണ്. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇദൻ നസ്തക്സിറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, എങ്കിൽ അത് ഞങ്ങൾ ധാരാളമായി ചെയ്യട്ടെ, കുറേ ഞങ്ങൾ ചെയ്താലോ? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സറു വ അത്യബ്, അള്ളാഹു ധാരാളമായി തരുന്നവനും ഏറ്റവും നന്നായി തരുന്നവനുമാണ്. ഈ ഹദീസ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞ ഹദീസാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്നതിൽ നീ അത്ഭുതപ്പെടേണ്ട. കാരണം അള്ളാഹു ഷക്കൂറാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഷക്കൂറാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് ഷക്കൂർ. അവൻ ശുക്ർ ചെയ്യുന്നവനാണ്. അവൻ്റെ അടിമകളുടെ പ്രവർത്തനം ശുക്രോടെ സ്വീകരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പ്രവർത്തനം വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുന്നവനാണ്. വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുന്നവനാണ്. അടിമകളുമായി പടപ്പുകളുമായുള്ള നമ്മുടെ ഇടപാടുകളും അള്ളാഹുമായുള്ള ഇടപാടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ചിലപ്പോൾ നീ ഒരാൾക്ക്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോ ആരെങ്കിലും മക്കളോ ആരോ ആകട്ടെ, ചിലപ്പോൾ നീ നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം അവർക്ക് ഉപകാരം ചെയ്യാനായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ തിരിച്ചു കിട്ടുക ചിലപ്പോൾ നീ പ്രതീക്ഷിച്ചതായിരിക്കില്ല. നേരെ മറിച്ച് നല്ലത് നൽകിയാൽ മോശമായത് തിരിച്ചു തരുന്ന ആളുകൾ വരെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വേണ്ടി നീ ചെയ്യുന്ന ചെറിയ പ്രവർത്തനത്തിന് അള്ളാഹു വലിയ വലിയ പ്രതിഫലമാണ് നൽകുക. ഇയകുൻ ഹസന യുദാഇഫഹ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമ, ഒരൊറ്റ നന്മയാണ് എങ്കിലും അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയാക്കും. വലിയ മഹത്തരമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹുവിന് വേണ്ടി നീ മാറ്റിവെക്കുന്ന ഒരു നിമിഷം അത് വൃഥാവിലായി പാഴായി പോവുകയില്ല. റബ്ബിനോട് നീ തേടുന്ന ഒരു ദുആ, ഒരൊറ്റ വാചകം വെറുതെ ആയി പോകുമെന്ന് നീ വിചാരിക്കേണ്ട. ഒരു വാക്ക്. കാരണം എന്താണ്? അവൻ അക്രമുൽ അക്രമീൻ, ഉദാരരിൽ ഏറ്റവും ഉദാരനാണ്. നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിനേക്കാൾ കറം, ഉദാരത നിനക്കാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് അള്ളാഹു നിനക്ക് അതിന് കുറഞ്ഞത് തരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. റബ്ബ് കരീമാണ്, അവൻ ഏറ്റവും ഉദാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും ഉദാരനുമാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, ഒരടിമ അവനിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയാൽ അത് ഒന്നും കൊടുക്കാതെ ശൂന്യമായി മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. എന്തുകൊണ്ടാണ്? അവൻ ഹയ്യാണ്, കരീമാണ്, അവൻ അത്യുദാരനാണ്. അവൻ്റെ കറം നിൻ്റെ ഭാവനകൾക്കും ചിന്തകൾക്കുമെല്ലാം അപ്പുറത്താണ്. അള്ളാഹുവിൻ്റെ കറം, അവൻ്റെ അത്യുദാരത എന്ന്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നീ ഓർക്കുക, ഇത് കരീമായ റബ്ബിനു വേണ്ടിയാണ് നീ ചെയ്യുന്നത്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ആസ, അതുപോലെ ലഅല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ കാണാം. അതായത് ആസ അല്ലാഹ് അയ്യഅഫു അൻഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. ആസ, ലഅല്ല ഒക്കെയുള്ള പ്രയോഗങ്ങൾ ഉറപ്പിനുള്ള പ്രയോഗങ്ങളല്ല യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ, മറിച്ച് സാധ്യത പറയുന്ന പ്രയോഗങ്ങളാണ്. പക്ഷെ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഖുർആനിലെ അസ അത് ഉറപ്പാണ്. അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, അള്ളാഹു അങ്ങനെ ചെയ്തേക്കാം. എന്തുകൊണ്ടാണത്? കാരണം അത് പറഞ്ഞ റബ്ബ് കരീമായ റബ്ബാണ്. കരീമായ റബ്ബ് തന്നേക്കും എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ്. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ നീ ഇത് ഓർക്കണം. നീ കരീമായ റബ്ബിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരു പടപ്പിന് വേണ്ടിയല്ല, ഒന്നും തരാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയല്ല, മറിച്ച് എല്ലാം കയ്യിലുള്ള കണക്കില്ലാതെ നൽകുന്നവന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. അവനാകട്ടെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത് അവന്
വേണ്ടിയല്ല, നിനക്ക് വേണ്ടി തന്നെയാണ്. അവൻ്റെ മുൾക്കിന് എന്തെങ്കിലും കൂടാൻ വേണ്ടിയല്ല, നിനക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ ഫദ്ലിനെ കുറിച്ച്, അവൻ്റെ ഔദാര്യത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് അത് അങ്ങനെ സംഭവിച്ചേക്കുമോ എന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുക. നോക്കൂ, ഈ സൂറത്ത് ഖുർആൻ്റെ 1/3. ഈ സൂറത്തിലുള്ളത് റബ്ബിനെക്കുറിച്ച് മാത്രമാണ്. ഒരേ ഒരു കാര്യമേ ഈ സൂറത്തിലുള്ളൂ, അള്ളാഹുവിനെ കുറിച്ച് മാത്രം. വേറെ ഒന്നും ഈ സൂറത്തിലില്ല. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം, അതേ ഈ സൂറത്തിലുള്ളൂ. റബ്ബിനെക്കുറിച്ച് ഉള്ള കാര്യം, അതുപോലെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ പ്രതിഫലം. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിൽ 3 കാര്യങ്ങളാണ്. 1 അള്ളാഹുവിനെക്കുറിച്ച്, 2 അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, 3 അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച്. ഇങ്ങനെ നോക്കിയാൽ നോക്കൂ, അതിൽ 1 അത് ഈ സൂറത്തിൽ ഉണ്ട്. ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിനെക്കുറിച്ച് മാത്രം ഖുൽ, പറയൂ നബിയെ, ഹു അല്ലാഹു അഹദ്, അള്ളാഹു അവൻ അഹദാണ്, അവൻ ഏകനാണ്. അവൻ ഏകനാണ്, അവൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ അഹദ്. അതുപോലെ അൽ വാഹിദ്, രണ്ടും അള്ളാഹുവിൻ്റെ പേരാണ്, അവൻ്റെ ഏകത്വം അറിയിക്കുന്ന പേരാണത്. അഹദ് എന്ന റബ്ബിൻ്റെ പേര് നോക്കൂ, അവൻ്റെ ഏതേത് വിശേഷണങ്ങളിലും അവൻ അഹദാണ്. അവനെപ്പോലെ അവൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. ഖുൽ ഹു അല്ലാഹു അഹദ്, അവൻ ഏകനാണ്, ഒറ്റ ഒരുവനാണ്. അവൻ ഫർദാണ്, അവൻ വിത്റാണ്, ഒറ്റ ഒരുവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അവൻ ഒറ്റ ഒരുവനാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു, ഒറ്റയായ എണ്ണത്തെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവനേകനാണ്, അവൻ്റെ ഏത് വിശേഷണങ്ങളിലും. അവനെപ്പോലെ വലിപ്പമുള്ള മറ്റാരുമില്ല, അവനതിലേകനാണ്. അവനെപ്പോലെ മഹത്വമുള്ള മറ്റാരുമില്ല, അവനേകനാണ്. സൃഷ്ടാവായി അവനല്ലാതെ മറ്റാരുമില്ല. ഏകനായ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ്. ഖുൽ ഹു അല്ലാഹു അഹദ്, പറയുക അള്ളാഹു അവൻ അഹദാണ്. അല്ലാഹു സമദ്, സമദായ അള്ളാഹു അവൻ ഏകനാണ്. സമദായ അള്ളാഹു അവൻ ഏകനാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ മറ്റൊന്നാണ് അസ്സമദ്. സമദ് എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ? അവൻ ഒരു സൃഷ്ടിയുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. മാത്രമല്ല അല്ലദീ യസ്മുദു ഇലൈഹിൽ ഖലായിഖ്, പടപ്പുകൾ മുഴുവൻ അവനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അള്ളാഹുവിന് ഇല്ലാതെ ഒരു ഞൊടിയിട പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നമുക്ക് മുന്നോട്ട് നീങ്ങുക സാധ്യമല്ല. സൃഷ്ടിച്ചത് അവനാണ്, സൗകര്യങ്ങൾ ഏകിയത് അവനാണ്, അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ഏകുന്നതും റബ്ബാണ്. സൃഷ്ടിച്ചത് അവനാണ്, സൗകര്യങ്ങൾ നൽകിയത് അവനാണ്, അത് ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ അവനാകട്ടെ ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് നോക്കൂ, അവൻ ഭക്ഷണം ആവശ്യമില്ലാത്തവനാണ്, വെള്ളം ആവശ്യമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? അവൻ്റെ സമദീയത്ത് കൊണ്ട്, അഥവാ അവൻ സ്വയം പര്യാപ്തനാണ്. ഭക്ഷണം ആവശ്യമാവുക, വെള്ളം ആവശ്യമാവുക സ്വയം പര്യാപ്തതയ്ക്ക് എതിരാകും. എന്നാൽ പടപ്പുകളെല്ലാം എന്തെങ്കിലുമെല്ലാം ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവരെല്ലാവരും റബ്ബിലേക്ക് ആശ്രയിച്ച് കഴിയുന്നവരാണ്. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു, വഹു യുത്ഇമു വലാ യുത്അം, അവൻ ഭക്ഷണമേകുന്നവനാണ്. വലാ യുത്അം, അവന് ഭക്ഷണമേകാവതല്ല. മറ്റൊരു ഖിറാഅത്തിൽ വലാ യത്അം, അവൻ ഭക്ഷണം കഴിക്കുകയില്ല, അവൻ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവൻ സമദാണ് എന്നതുകൊണ്ട്. അവൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ്, ഒരാളുടെയും ആശ്രയം അവന് ആവശ്യമില്ല. ഇങ്ങനെ ഉള്ളവനെ ഇലാഹാകൂ. എന്നാൽ നോക്കൂ, അള്ളാഹുവിൻ്റെ പടപ്പുകൾ അവരെല്ലാം റബ്ബിലേക്ക് ആവശ്യക്കാരാണ്, പല ആവശ്യങ്ങളുമുള്ളവരാണ്. ലോകത്ത് മനുഷ്യരിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച്, ഉമ്മ മറിയമിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കാന യഅകുലാനി ത്വആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. അവർ ഇലാഹുകളല്ല എന്നതിന് തെളിവായി അള്ളാഹു പറയുകയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ട് എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായി ചില കാര്യങ്ങളുണ്ട്, ആ ഭക്ഷണം പുറത്തേക്ക് പോകണം. മനുഷ്യർ ഭക്ഷണം കഴിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്നവരാണ്. എല്ലാ മനുഷ്യരും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് റബ്ബിനത് യോജിക്കുക? അള്ളാഹു
ഇവർ രണ്ടുപേരും ഇലാഹുകളല്ല എന്നതിന് തെളിവായി പറഞ്ഞ വാക്ക് നോക്കൂ. ക്യാന യഅകുലാനി തആം, അവർ ഭക്ഷണം കഴിച്ചു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പടപ്പുകൾ ഭക്ഷണത്തിന് ആവശ്യമുള്ളവരാണ്. മലായിക്കത്ത് അവർക്ക് ഭക്ഷണം വേണ്ട, പക്ഷേ അവർ അള്ളാഹുവിലേക്ക് ആശ്രയം ഉള്ളവരാണ്, അള്ളാഹുവിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, റബ്ബിൻ്റെ കൽപ്പനക്ക് ഒതുങ്ങുന്നവരാണ്, അള്ളാഹു കൽപ്പിച്ചാൽ മാത്രം ഇറങ്ങുന്നവരാണ്, അള്ളാഹു ജീവിപ്പിച്ചവരാണവർ. അള്ളാഹു പടക്കുന്നതിന് മുമ്പ് അവരിവിടെ ഉണ്ടായിരുന്നില്ല, അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുൻപ് അവരിവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാത്തവനാണ് സമദ്, സമദായ റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. ലം യലിദ്, വലദ എന്ന വാക്കിൻ്റെ മുദാരിആയ പ്രയോഗമാണ് യലിദു. വലദ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു, കുട്ടിക്ക് ജന്മം നൽകി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വലദ എന്ന് പറഞ്ഞാൽ യലിദു, ലം എന്നത് വന്നതുകൊണ്ട് അവിടെ യലിദ് എന്ന് ദാലിന് സുക്കൂൻ വന്നു. ലം യലിദ്, അവൻ ഒരു സന്താനത്തിന് ജന്മം നൽകിയിട്ടില്ല, അവനൊരു സന്താനമുണ്ടായിട്ടില്ല. എങ്ങനെ അവനൊരു സന്താനമുണ്ടാകാനാണ്? ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ വലം തകുൻ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി ഉണ്ടായിട്ടില്ല. അവന് ഇണയുണ്ടാവുക എന്നത് ഒരിക്കലും നടക്കുകയില്ല. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദത്തിൻ്റെ ലാസിമുൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പറയേണ്ടി വരും അള്ളാഹുവിന് ഇണയുണ്ട് എന്ന്. നഊദു ബില്ലാഹ്. നോക്കൂ, ആ വാക്ക് എത്ര ഗുരുതരമായ വാക്കാണ്, ആ വാക്ക് എത്ര ഗുരുതരമായ വാക്കാണ്. അത്ഭുതകരമായ ഒരു കാര്യം, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്ന സമൂഹത്തിൽ അവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ പുരോഹിതന്മാർ, അവരിൽ ഒരു വലിയ വിഭാഗം ബ്രഹ്മചര്യം സ്വീകരിച്ചവരാണ്, റഹ്ബാനിയത്ത് അഥവാ വിവാഹം കഴിക്കാത്ത ആളുകളാണ്. പഴയകാലത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഒരാളോട് സംസാരിക്കാൻ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു, എങ്ങനെ ഭാര്യക്കും മക്കൾക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെയുള്ളവർ ചൂടായി. അവർ പറഞ്ഞു, നിങ്ങൾ ആരോടാണ് ഈ ചോദിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഇദ്ദേഹം പാതിരി വിവാഹം കഴിക്കുകയില്ല എന്ന്? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ശരി, നിങ്ങളുടെ പുരോഹിതൻ വിവാഹം കഴിക്കാത്ത ആളോട് എങ്ങനെയുണ്ട് ഭാര്യയും കുട്ടികളും എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തെ അനാദരിക്കലാകുമെന്ന്. എന്നാൽ റബ്ബുൽ ആലമീനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, അവന് സന്താനമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത്ര ഗുരുതരമായ വാക്കാണത്. ആകാശങ്ങൾക്കോ ഭൂമിക്കോ സഹിക്കാൻ പറ്റാത്ത വാക്കാണ്. പർവ്വതങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത വാക്കാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞ വാദം. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് തന്നെ അതിനെ എതിർക്കാനാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓതുന്നത് എന്താണ്? അള്ളാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചത് ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകാനാണ് ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. റബ്ബിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞ പല കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ മകനാണ്. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറകൾ പറഞ്ഞു മസീഹ് ഈസ അള്ളാഹുവിൻ്റെ സന്താനമാണ്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾക്ക് വാദമുണ്ടായിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. വജഅലു ബൈനഹു വബൈനൽ ജിന്നതി നസബ, ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ അവർ ഈ ബന്ധം റബ്ബിൻ്റെ പെൺമക്കളാണ് എന്ന വാദം അവർ കൊണ്ടുവന്നു. അതിൽ ഒരുപാട് കുഫറുണ്ട്. ഒന്ന്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന്. രണ്ട്, മലക്കുകളെ സ്ത്രീകളാക്കിയവർ. അള്ളാഹു ചോദിച്ചു, അഷഹിദു ഖൽഖഹും, മലക്കുകളെ നാം പടക്കുന്നതിന് അവർ സാക്ഷിയായിരുന്നോ? സതുക്തബു ഷഹാദതുഹും വയുസ്അലൂൻ, അവരുടെ സാക്ഷ്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അവരെ അള്ളാഹു വിചാരണ ചെയ്യുന്നതാണ്. അപ്പോൾ നോക്ക്, എന്തെല്ലാമാണ് ആളുകൾ റബ്ബിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കിയത്, അള്ളാഹുവിൻ്റെ പേരിൽ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. അള്ളാഹു എത്ര സബറുള്ളവനാണ്. ഇതെല്ലാം പറയുന്നത് അവൻ ഒരിക്കലും പൊറുക്കാത്ത, അവനിഷ്ടമല്ലാത്ത വാക്ക് ഭൂമിയിൽ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അള്ളാഹു അവരെ പൊടുന്നനെ ശിക്ഷിക്കുന്നില്ല, സമയം നീട്ടി നൽകുന്നു, തീർന്നില്ല, അവർക്ക് ഭക്ഷണമേകുന്നു, വെള്ളമേകുന്നു, ആഫിയത്തേകുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഹെൽമാണ്, അവൻ്റെ സബറാണ്. റബ്ബിൻ്റെ പേരുകളൊന്നാണ് ഹലീം, അവൻ സഹനശീലനാണ്, അവൻ സബറുള്ളവനാണ്. എത്രത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖാല അല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കദ്ദബനി ഇബ്നു ആദം വലം യകുൻ ലഹു ദാലിക് വശതമനി വലം യകുൻ ലഹു ദാലിക്. ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ എന്നെ നിഷേധിക്കുന്നു, എന്നെ ചീത്ത പറയുന്നു. ഇത് രണ്ടും അവന് പാടില്ലാത്ത കാര്യമായിരുന്നു. ഫഅമ്മ തക്ദീബുഹു ഇയ്യായി, എന്നോടുള്ള അവൻ്റെ നിഷേധ വർത്തമാനം എന്താണ്? ഫഖൗലുഹു ലൻ യുഈദനി കമാ ബദഅനി, ആദ്യം പടച്ച റബ്ബ് എന്നെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരികയില്ല എന്ന വാദമാണ് അവൻ്റെ നിഷേധം. വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി, എന്നാൽ രണ്ടാമത് പടക്കുക എന്നത് അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊട്ടും പ്രയാസമുള്ള കാര്യമല്ല, അവനൊട്ടും പ്രയാസമുള്ള കാര്യം, അവനേറ്റവും എളുപ്പമുള്ള കാര്യമാണ്. വഅമ്മാ ശത്മുഹു ഇയ്യായി ഫഖൗലുഹു ഇത്തഖദ അല്ലാഹു വലദ, അവൻ എന്നെക്കുറിച്ച് പറഞ്ഞ ശത്ം അഥവാ ചീത്തയായ വാക്കെന്താണ്? അള്ളാഹു ഒരു സന്താനം സ്വീകരിച്ചു എന്ന വാക്കാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വ അനൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഞാൻ അഹദാണ്, സമദാണ്, സന്താനത്തിന് ജന്മം നൽകിയിട്ടില്ലാത്ത, ആരുടെയും സന്താനമായി ജനിച്ചിട്ടില്ലാത്ത, തുല്യനായ ഒരാളുമില്ലാത്തവനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ഷൈഉൻ അസ്ബറ അല അദൻ സമിഅഹു മിൻ അല്ലാഹ്. ഒരു അദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇഷ്ടമല്ലാത്ത വാക്ക്, അത് കേട്ടിട്ട് ക്ഷമിക്കുന്ന റബ്ബിനെ പോലെ ക്ഷമിക്കുന്ന മറ്റാരുമില്ല. വഇന്നഹും ലയദ്ദഊന ലഹു വലദ, അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നു. വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും, അള്ളാഹു ആകട്ടെ അവർക്ക് ആഫിയത്ത്, ആരോഗ്യം നൽകുന്നു, റിസ്ക് നൽകുന്നു. ഇത് പറയുന്നവന് സമ്പത്ത് നൽകുന്നു, പൊടുന്നനെ ശിക്ഷിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിന് സമയം നീട്ടി നൽകുന്നു, തൗബക്ക് അവസരം നൽകുന്നു. അള്ളാഹു അവനിലേക്ക് കിതാബ് അവതരിപ്പിച്ചു, റസൂലുകളെ നിയോഗിച്ച്, എന്നിട്ട് വിളിക്കുന്നു. എന്നിട്ടും നിഷേധിച്ച് തള്ളിയാൽ, അങ്ങനെ മരിച്ചാൽ അവനെ കാത്തിരിക്കുന്നത് ശാശ്വത നരകമാണ്. നോക്കൂ, ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക. ലം യലിദ് വലം യൂലദ്, അവനൊരു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹുവിന് സന്താനമില്ല എന്ന കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ആരുടെയും സന്താനമല്ല, അള്ളാഹു ആരുടെയും സന്താനമല്ല എന്നത് ഖുർആൻ ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെവിടെയാണ്? ഈ സൂറത്തിൽ. അള്ളാഹുവിന് സന്താനമില്ല എന്നത് അള്ളാഹു പലതവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സന്താനത്തെ റബ്ബ് നിഷേധിച്ചിട്ടുണ്ട് ധാരാളം തവണ. എന്നാൽ അള്ളാഹു ആരുടെയും സന്തതിയായി ജനിച്ചവനല്ല എന്ന കാര്യം ഈ ഒരൊറ്റ സൂറത്തിലാണുള്ളത്. എന്തുകൊണ്ടാണത്? കാരണം ഈ വാദം പൊതുവെ ചരിത്രത്തിൽ ആരും പറഞ്ഞതായി അറിയപ്പെട്ടിട്ടില്ല. അള്ളാഹു ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനാണ് എന്ന് പൊതുവെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കക്ഷി പറഞ്ഞതായി അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സൂറത്തിൽ മാത്രമാണ് അതുള്ളത്. യഥാർത്ഥത്തിൽ നോക്കൂ, സന്തതികൾ ഉണ്ടാവുക ആർക്കാണ്? മക്കൾ ഉണ്ടാവുക ആർക്കാണ്? മറ്റാരുടെയെങ്കിലും സന്താനമായി ജനിച്ച ആൾക്കാണ്, അവർക്കാണ് സന്താനം ഉണ്ടാവുക. മക്കൾ ഉണ്ടാവുക മറ്റാരുടെയെങ്കിലും മകനായി മകളായി ജനിച്ചവർക്കാണ്. അള്ളാഹു ആകട്ടെ അവൻ ഔവലാണ്, അവന് മുന്നേ യാതൊന്നുമില്ല. ഹുവൽ ഔവൽ, അള്ളാഹു ഔവലാണ്, അവന് മുൻപ് യാതൊന്നും, അവന് മുൻപ് എന്നൊന്നില്ല. അവൻ ആഖിറാണ്, അവൻ അവസാനമായുള്ളവൻ, അവന് ശേഷം യാതൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന്, ഇന്നലെ, മിനിഞ്ഞാന്ന്, നാളെ, മറ്റന്നാൾ, ഇതൊക്കെ ബാധകം ആർക്കാണ്? നമുക്കാണ്. ആ കാലത്തെ ദഹർ എന്ന് പറയുന്ന കാലത്തെ നിശ്ചയിച്ചവൻ, അതിനെ പടച്ചവൻ ആരാണ്? അള്ളാഹുവാണ്. അവനാണ് രാപ്പകലുകളെ തീരുമാനിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ വക നിയന്ത്രണങ്ങൾ നമുക്ക് ചിന്തിക്കാവതല്ല, അതവനില്ല. ആലോചിച്ച് നോക്കൂ അള്ളാഹുവിനെ കുറിച്ച്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലിയ ദുആയിലൊന്നിൽ നമുക്ക് കാണാം, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ. അള്ളാഹു, നീ അവ്വലാണ്, നിനക്ക് മുന്നേ ഒന്നുമില്ല. നീ അവസാനമുള്ളവനാണ്, നിനക്ക് ശേഷമൊന്നുമില്ല. വഅൻത ദ്ദാഹിർ, നീ ഏറ്റവും മുകളിലുള്ളവനാണ്. ഫലൈസ ഫൗഖക ഷൈ, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, നീ ഏറ്റവും അടുത്തുള്ളവനാണ്. ഫലൈസ ദൂനക ഷൈ, നിന്നെക്കാൾ അടുത്ത് യാതൊന്നുമില്ല. ആദ്യം പറഞ്ഞത് രണ്ടും സമനിയായ അള്ളാഹുവിൻ്റെ ഇഹാത്തത്താണ്. എന്ന് പറഞ്ഞാൽ കാലം എന്നതിനെ എടുത്തു നോക്കിയാലുള്ള അള്ളാഹുവിൻ്റെ ഇഹാത്ത, അള്ളാഹു അതിനെ വലയം ചെയ്തിരിക്കുന്നു. അവൽ ആഖിർ. ളാഹിർ ബാത്തിൻ എന്നതോ മക്കാനിയായ അള്ളാഹുവിൻ്റെ ഇഹാത്ത, അഥവാ സ്ഥലങ്ങളേതും അള്ളാഹു വലയം ചെയ്തിരിക്കുന്നു.
അവന് മുകളിൽ യാതൊന്നുമില്ല. അതോടൊപ്പം അവൻ്റെ അറിവും കഴിവും കൊണ്ട് അവൻ ഏറ്റവും അടുത്തുള്ളവനാണ്. ഏറ്റവും അടുത്ത് ഏത് ഉള്ളറകളിൽ ഉള്ളതും അള്ളാഹു അറിയും. അവൻ മുഹയ്യിത്താണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ നിന്നാണ് മുഹയ്യിത്ത്. എന്താണ് മുഹയ്യിത്ത് എന്നാൽ വലയം ചെയ്തിരിക്കുന്നവൻ. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സഹാബത്തിൽ ചിലരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ മനസ്സിലാക്കിയാൽ മതിയാവും. സഹാബത്തിൽ ചിലർ പറഞ്ഞു, 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൈവെള്ളയിലിട്ട ഏതാനും കടുകുമണികൾ പോലെ മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം മുഹയ്യിത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല. മുഹയ്യിത്ത്, സകലതിനെയും വലയം ചെയ്തിട്ടുള്ളവനാണ്. എന്നാൽ അവൻ എവിടെയാണുള്ളത്? 7 ആകാശങ്ങൾക്ക് മേലെ. അവന് മേലെ യാതൊന്നുമില്ല, അവന് മുകളിൽ ഒന്നുമില്ല. അവൻ ഏറ്റവും മുകളിലാണ്. അവന് മേലെ ഒന്നും തന്നെ ഇല്ല. അവന് മേലെ യാതൊന്നുമില്ല. ബാക്കിയെല്ലാം പടപ്പുകൾ മുഴുവൻ അവൻ്റെ താഴെയാണ്, അവൻ്റെ കീഴെയാണ്. അവൻ സകലതും അറിയുന്നു, എല്ലായിടത്തും അവൻ നിയന്ത്രിക്കുന്നു, സകലതിനെയും അവൻ നിയന്ത്രിക്കുന്നു. ഇങ്ങനെയുള്ള റബ്ബ്, ഈ പാഠം ആ 4 പേരുകളുണ്ട്. അൽ അവൽ, അൽ ആഖിർ, അൽ ലാഹിർ, അൽ ബാത്തിൻ. ഈ 4 പേരുകളും ഖുർആനിൽ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അൽ അവൽ വൽ ആഖിർ വൽ ലാഹിറു വൽ ബാത്തിൻ. ഈ 4 പേരുകൾ ഏത് സൂറത്തിനാണ്? ആര് പറയും? സൂറത്തു അൽ ഹദീദ്. സൂറത്തുൽ ഹദീദ്. ആ സൂറത്തിൽ ഈ 4 പേരുകൾ അള്ളാഹു ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ഹുവൽ അവൽ വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ. ഹുവൽ അവൽ വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിൻ. ആ 4 പേരുകളുടെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാനുള്ള ദുആയിലുണ്ട്. അവൽ എന്നാൽ എന്താണ്? അൻതൽ അവൽ ഫലൈസ ഖബ്ലക ഷൈ. അള്ളാഹു, നീ അവലാണ്, നിനക്ക് മുന്നേ യാതൊന്നുമില്ല. വൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ. നീ അവസാനമായുള്ളവനാണ്, നിനക്ക് ശേഷം ഒന്നുമില്ല. അവൻ ശാശ്വതമായുള്ളവൻ അവനാണ്. നോക്കൂ, സ്വർഗവാസികൾക്ക് ശാശ്വത ജീവിതം ലഭിക്കുന്നത് അള്ളാഹു നൽകിയ ഖുലൂദാണത്, റബ്ബ് നൽകിയ ശാശ്വത ജീവിതമാണത്. മരണം നേരത്തെ അവരെ ബാധിച്ചിരുന്നു, എന്നാൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇല്ലായ്മ എന്നത് അവനെ ബാധിക്കുകയില്ല. അതുപോലെ അവൻ ലാഹിറാണ്, ഏറ്റവും മുകളിലുള്ളവനാണ്. ബാത്തിനാണ്, ഏറ്റവും അടുത്തുള്ളവനുമാണ്. അവൻ അടുത്തുണ്ടായിരിക്കെ എല്ലാത്തിനും മേലെയാണ്. അവൻ എല്ലാത്തിനും മേലെയായിരിക്കെ ഓരോരുത്തരോടും ഒപ്പമുള്ളവനാണ്. സൂറത്തു അൽ ഹദീദിലെ തന്നെ ഞാൻ ഈ ഓതിയ ആയത്തിൻ്റെ തൊട്ടടുത്ത ആയത്തിൽ നമുക്കിത് രണ്ടും കാണാം. അള്ളാഹു അർശിന് മേലെ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെവിടെയായിരുന്നാലും എന്ന്. അവസാനം എന്താണ് റബ്ബ് പറഞ്ഞത്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്. വലം യകുൻ ലഹു, അവനില്ല, കുഫുവൻ, കുഫുവായി അഥവാ അവന് തുല്യനായി ഇല്ല, അഹദുൻ, ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ഷൈ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. അള്ളാഹുവിന് തുല്യമായി ഒരാളും തന്നെയില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, പടപ്പുകളോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്താവതല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം റബ്ബിന് യോജിച്ചതാണ്, റബ്ബിന് യോജിച്ച രൂപത്തിനാണ്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിനാണ്. അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എന്തു പറയുമ്പോഴും അത് അള്ളാഹു പറഞ്ഞതായിരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കണം. അള്ളാഹും റസൂലും പറഞ്ഞതാകട്ടെ ആ വിശേഷണങ്ങൾ ഒരിക്കലും സൃഷ്ടികളെ പോലെ ആവുകയില്ല. റബ്ബിനുള്ള ഒരു വിശേഷണത്തിനെ നിഷേധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞ ഏത് വിശേഷണവും പടപ്പുകളെപ്പോലെ ഒരിക്കലും ആവുകയില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ മാത്രമായിരിക്കും. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.